ഭർതൃഗൃഹത്തിൽ വെച്ച് അണലികടിയേറ്റ യുവതി സ്വന്തം വീട്ടിൽ വെച്ച് മൂർഖന്റെ കടിയേറ്റ് മരിച്ചു. മെയ് 5-ാം തീയതി വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുന്ന സൂരജ് അവന്റെ ബാഗിനുള്ളിൽ കുപ്പിയിൽ ഈ പാമ്പിനെ വെച്ചിരുന്നു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം പ്രായത്തെ മാനിച്ച് മാത്രം നിന്നെ തൂക്കുന്നില്ല എന്നാണ് വിധി പറഞ്ഞിരിക്കുന്നത്. നിന്നെ തൂക്കാത്തത് നിന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്. മാതാപിതാക്കൾക്കാണ് ആദ്യം സംശയം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വീട് ഇവർക്ക് നന്നായി അറിയാമല്ലോ. അവരുടെ വീട്ടിൽ AC മുറിയാണിത്. അത് അടച്ചിട്ട ജനലിൽ കൂടെ എങ്ങനെ മൂർഖൻ അകത്ത് കയറി എന്നൊരു സംശയം. പിന്നീട് പാമ്പിനെ അടക്കം പോസ്റ്റ്മോർട്ടം ചെയ്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തി. ഇത് ഐവിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. വിധി എന്ന് പറയുന്ന സാധനം കാത്തിരുന്നു. ഇവനെ ഒരു തവണ ചെയ്തവൻ രണ്ടാം തവണ ചെയ്യാൻ വേണ്ടി വിധി കാത്തിരുന്നു. ചേട്ടാ, 2020 മെയ് 6 കൊല്ലം ജില്ലയിലെ മലയോര മേഖലയായ അഞ്ചലിലെ ഏറത്ത് വിജയസേനന്റെ മകളായ ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റു. പിറ്റേ ദിവസം പുലർച്ചെ ഈ യുവതി മരണപ്പെടുന്നു. ആ ഒരു സംഭവത്തിൽ മാതാപിതാക്കൾക്ക് ചെറിയ സംശയം തോന്നുന്നു, ദുരൂഹത തോന്നുന്നു. തുടർന്ന് ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു. ഇതിൽ ദുരൂഹത ഇല്ല എന്ന് കണ്ട് അവർ കേസ് അവസാനിപ്പിക്കുന്നു. പിന്നീട് ഈ മാതാപിതാക്കൾ വീണ്ടും ഈ ദുരൂഹത SP ആയ ഹരിശങ്കറിനോട് ഉന്നയിക്കുന്നു. അങ്ങനെ തുടരന്വേഷണം നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങൾ അത് ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു ഭീകരമായൊരു കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിച്ച ഒരു വധമാണ് അഞ്ചലിലെ ഉത്ര വധക്കേസ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം ഈ പെൺകുട്ടിയെ നമുക്ക് ആദ്യം വരുന്നൊരു വാർത്ത ഇതായിരുന്നു. അതായത് ഭർതൃഗൃഹത്തിൽ വെച്ച് അണലികടിയേറ്റ യുവതി സ്വന്തം വീട്ടിൽ വെച്ച് മൂർഖന്റെ കടിയേറ്റ് മരിച്ചു. ഇതാണ് വന്നൊരു വാർത്ത. അതായത് ഒരു പെൺകുട്ടിയെ തന്നെ 2 തവണ പാമ്പ് കടി ഏൽക്കുക. അത് ഉഗ്രവിഷമുള്ള പാമ്പ്. ആദ്യം അണലി കടിച്ചു, രണ്ടാമത് മൂർഖനാണ് ഈ കുട്ടിയെ കടിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വിവരമാണ് വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ വിവരം നമ്മളെ വിളിച്ച് ഒരാളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഒരു സോഴ്സാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇരിപ്പുണ്ട്. സുഹൃത്ത് പറഞ്ഞത് ഈ പറയുന്ന പോലെ സർപ്പശാപം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പാമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ശാപം ചിലർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ തുടർച്ചയായി പാമ്പുകൾ ആക്രമിക്കും. അത് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. അന്ധവിശ്വാസമായിട്ട് എടുക്കാം, വിശ്വാസമായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം, ഇങ്ങനെയുള്ള ഒരു സംഭവം കണ്ണൂർ നടന്നത് എന്നോട് ആ ഒരു കഥ ഇദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ എനിക്കതിലൊന്നും ഒരു വിശ്വാസം, എനിക്ക് ഈ ഒരു കാര്യത്തിൽ വലിയ സംശയം അപ്പോൾ തന്നെ തോന്നുകയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാത്രമല്ല എല്ലാ മാധ്യമപ്രവർത്തകർക്കും ഇങ്ങനൊരു കഥ കേൾക്കുമ്പോൾ ഒരു സംശയം, ഒരു അസ്വാഭാവികത തോന്നും. ഇങ്ങനൊരു അസ്വാഭാവികത അതാണ് പിന്നീട് ഈ കൊലപാതകമാണെന്ന് തെളിയുകയും സൂരജ് ഇത് ചെയ്തതാണ് എന്ന് തെളിയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ സൂരജിൻ്റെ ഏറ്റവും അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്ന കാര്യം, സൂരജ് അയാളുടെ അച്ഛൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി രോഗമുണ്ട് എന്നുള്ളതിൻ്റെ ഗുരുതര രോഗം എന്ന് എഴുതി ചേർത്തിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ച് പൂജപ്പുര ജയിലിലെ സൂപ്രണ്ടിന് കൊടുത്തു. സൂപ്രണ്ടിന് പരോളിന് വേണ്ടി ശ്രമിച്ചു. സൂപ്രണ്ട് ഇത് ആ ഡോക്ടറെ കണ്ടെത്തി, ഡോക്ടറെ വിളിച്ചു വരുത്തി ജയിൽ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ആ ഡോക്ടർ രോഗമുണ്ടെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താൻ തന്നെയാണ് കൊടുത്തത്. പക്ഷേ ഗുരുതര രോഗം എന്ന് താൻ രേഖപ്പെടുത്തിയിട്ടില്ല. അത്ര ഗുരുതര രോഗമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള മറുപടി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂജപ്പുര ജയിൽ സൂപ്രണ്ട് പൂജപ്പുര പോലീസിനെ വിവരം അറിയിക്കുകയും പൂജപ്പുര പോലീസ് വ്യാജ ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് ചമച്ചതിന് തട്ടിപ്പിന് ശ്രമിച്ചതിന് കേസ് സൂരജിനെതിരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂരജ് ആദ്യം ഈ പെൺകുട്ടിയെ അണലിയാണ് കടിക്കുന്നത്. അത് അടൂരുള്ള സൂരജിൻ്റെ വീട്ടിൽ വെച്ചാണ് അണലി കടിക്കുന്നത്. അണലി കടിച്ചാലുള്ള ഇതറിയാമല്ലോ, ഭയങ്കര വേദനയാണ്. അത് നമ്മുടെ ജീവൻ പോകുന്നതിന്, നമ്മുടെ ശരീരത്ത് കുത്തി കീറി ഇട്ടിരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഇതുപോലെ കുത്തി കീറിയിട്ടിരിക്കുന്നതിന് തുല്യമായിരിക്കും ആ വേദന എന്ന് പറയുന്നത്. അത്രത്തോളം വേദന ഈ പെൺകുട്ടി അനുഭവിച്ചു. അതിനുശേഷം ഈ പെൺകുട്ടിക്ക് കാലുകൊണ്ട് അധികം നടക്കാനോ ശാരീരിക ക്ഷമതയിലൊക്കെ വളരെ ബുദ്ധിമുട്ട് ഈ പെൺകുട്ടിക്കുണ്ടായി. ഇതൊരു കുറച്ച് ചലഞ്ചഡ് ആയിട്ടുള്ള, കുറച്ച് പോരായ്മ ഉള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് സൂരജിനെ പോലെ ഒരാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തത്. മാത്രമല്ല വലിയ സ്വർണ്ണാഭരണങ്ങളിലൊക്കെ ഏതാണ്ട് 100 പവന് മുകളിൽ സ്വർണം നൽകുകയും വാഹനം നൽകുകയും സ്വത്തുവകകളൊക്കെ തന്നെ ഈ പെൺകുട്ടിക്ക് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ടാണ് സൂരജ് വിവാഹം കഴിച്ചതും. ഈ പെൺകുട്ടി വിവാഹം കഴിച്ച് മുന്നോട്ട് പോകവേ സൂരജിന് മനസ്സിലായി ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അത് തനിക്ക് ഉൾക്കൊള്ളാൻ തന്നെ കൊണ്ട് പറ്റുന്നതല്ല. അതുകൊണ്ട്
എന്നാൽ ഈ പെൺകുട്ടിയെ താൻ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സ്വത്തുവകകൾ മുഴുവൻ ഇവർ തിരിച്ചു മേടിക്കും. തിരിച്ചു മേടിച്ചു കഴിഞ്ഞാൽ തൻ്റെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പഴയ പോലെ തന്നെ ഇറങ്ങി എന്താ പറയുക കറങ്ങി നടക്കേണ്ടി വരും. തൻ്റെ അവസ്ഥ വളരെ മോശമാകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ കൊലപ്പെടുത്താനുള്ള തീരുമാനം എടുക്കുകയും ആദ്യഘട്ടം അണലിയെ മേടിക്കുകയും രണ്ടാമത് മൂർഖനെ മേടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീട്ടുകാർക്ക് ഇതിൽ സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മാതാപിതാക്കൾക്കാണ് ആദ്യം സംശയം ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ വീട് ഇവർക്ക് നന്നായി അറിയാമല്ലോ. അവരുടെ വീട്ടിൽ AC മുറിയാണിത്. അത് അടച്ചിട്ട ജനലിൽ കൂടെ എങ്ങനെ മൂർഖൻ അകത്ത് കയറി എന്നൊരു സംശയം അവർക്കുണ്ടാവുകയും തുടർന്നാണ് അവർ പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഈ അഞ്ചൽ പോലീസ് ഇത് എഴുതി തള്ളിയ കേസാണ്. അഞ്ചൽ പോലീസിലെ ലോക്കൽ പോലീസ് ഇത് എഴുതി തള്ളിക്കളഞ്ഞു. ഒരു CI സുധീർ അയാൾ ഈ കേസ് എഴുതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് കൊലപാതകം അല്ല, ഇത് പാമ്പ് കടിയേറ്റുള്ള മരണമാണെന്ന് പറഞ്ഞ് ഈ ഉത്രയുടെ ബോഡി പിന്നെ ഇത് ചെയ്ത് കളയാൻ സംസ്കരിക്കാനുള്ള അനുമതി കൊടുത്തു കളഞ്ഞു. അതായത് പോലീസ് സംസ്കരിക്കാനുള്ള അനുമതി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഉത്രയുടെ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും സാധിക്കുമായിരുന്നു. പിന്നീട് പാമ്പിനെ അടക്കം പോസ്റ്റ്മോർട്ടം ചെയ്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തി. ഇത് ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. സൂരജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൻ ബാഗിൽ, അതായത് ഈ കുട്ടിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അന്നേ ദിവസം മെയ് 5-ാം തീയതി വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുന്ന സൂരജ് അവൻ്റെ ബാഗിനുള്ളിൽ കുപ്പിയിൽ ഈ പാമ്പിനെ വെച്ചിരുന്നു. പാമ്പിനെ ഇതിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ആ രാത്രിയിൽ ഈ കുട്ടി ഉറങ്ങിയ സമയത്ത് ബെഡിലേക്ക് ഈ കുപ്പി തുറന്ന് പാമ്പിനെ ഇട്ട് കൊടുക്കുകയായിരുന്നു. പാമ്പിനെ ഇട്ട് കൊടുത്ത് പാമ്പ് കൊത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി നിലവിളിച്ച് ഞെട്ടി ഉണരുകയും തൊട്ടു പിന്നാലെ ഈ പാമ്പിനെ കാണുകയും ഈ പെൺകുട്ടി അവിടെ കിടന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധുക്കളെല്ലാം ഇവനും ചാടി എണീറ്റ് അയ്യോ പാമ്പെന്നൊക്കെ പറഞ്ഞ് ഇവനാണ് ആ പാമ്പിനെ അടിച്ച് കൊല്ലുന്നത്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവൻ പാമ്പിനെ അടിച്ചു കൊന്നു. തുടർന്ന് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ അതിനിടയിൽ തന്നെ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി പെൺകുട്ടി പുലർച്ചെ മരിച്ചും പോയി. അതിനുശേഷം തിരിച്ചെത്തിയ ഇവൻ നേരെ ചെയ്തത് ഈ പാമ്പിനെ എടുത്ത് ഇവൻ കുഴിച്ചിട്ട് കളഞ്ഞു. കുഴിച്ചിട്ട് ഈ പ്രശ്നമെല്ലാം തീർന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങിലെല്ലാം തന്നെ കുഞ്ഞുമായി ഇവനാണ് പിന്നെ ഇതെല്ലാം അന്തിമ കർമ്മം ചെയ്തത് ഇവനാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ ഈ സൂരജാണ് ചെയ്തത് അന്തിമകർമ്മമൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഇവർ നോക്കിക്കണ്ടു. പക്ഷേ പിന്നീടും ബന്ധുക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ ഈ പിതാവിന് വലിയ സംശയം കാര്യത്തിലുണ്ടായി. പിതാവ് ഇത് സംബന്ധിച്ചൊരു പരാതി, ഇതിന് ശേഷമുള്ള ഇവൻ്റെ പെരുമാറ്റത്തിലും സംശയം തോന്നി. ഇവനെ വല്ലാത്തൊരു വ്യഗ്രതയായിരുന്നു. എത്രയും വേഗം കുഞ്ഞുമായിട്ട് അങ്ങ് ഇവൻ്റെ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു വ്യഗ്രത, അതായത് ഈ വീട്ടിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ഇവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സംശയം തോന്നി. അങ്ങനെയാണ് ഹരിശങ്കറിനെ സമീപിക്കുകയും ഒരു സ്പെഷ്യൽ ടീം ഇക്കാര്യം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തത്. ഒടുവിൽ അന്വേഷിച്ച് വന്നപ്പോൾ ഇത് സംഭവിച്ചത് ഇവൻ കുറ്റം സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ഇവൻ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴൊക്കെ തന്നെ അച്ഛാ അമ്മേ ഞാൻ കൊന്നിട്ടില്ല അമ്മേ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര നാടകമായിരുന്നു ആ വീട്ടിൽ. അതായത് ഈ ഉത്രയുടെ ഏറത്തുള്ള വസതിയിൽ കൊണ്ടുവന്നപ്പോൾ. പിന്നീട് രണ്ടാമത് അടൂരെത്തിച്ചപ്പോൾ വനം വന്യജീവി വകുപ്പ് കേസുണ്ട് ഇതിനകത്ത്. വനം വന്യജീവി ആക്ട് പ്രകാരമുള്ള കേസാണ് ഇതിൽ ഒരു കേസ്. അപ്പം വനം വകുപ്പ് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അടൂരെത്തിച്ചപ്പോൾ ഇവൻ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് പറഞ്ഞു ഇത് ഉത്രയെ കൊന്നത് ഞാൻ തന്നെയാണ്, ഞാൻ കൊലപ്പെടുത്തിയതാണ്, എനിക്ക് അവരോട് ജീവിക്കാനുള്ള താല്പര്യമില്ലാത്തതിനാൽ ഞാൻ കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചു. ഇത് തുടർന്ന് വിചാരണ നടത്തി 2021 എൻ്റെ ഓർമ്മ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് M. മനോജ് ആണ് ഈ കേസിലെ വിധി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഈ നരഹത്യാ കുറ്റം, പിന്നെ നരഹത്യാ ശ്രമം, അതുപോലെ തന്നെ ഗൂഢാലോചന നടത്തിയുള്ള കൊലപാതകം, ഗുരുതരമായ ദേഹോപദ്രവം, വഞ്ചന, പിന്നെ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ ഇതെല്ലാം തന്നെ ഇവനെതിരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇവനുണ്ട് പ്രതി, ഇവൻ്റെ സഹോദരിയുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇത്രയും പേരാണ്, 4 പേരാണ് ഈ കേസിലെ പ്രതി. അത് പുനലൂർ കോടതിയിൽ ഇപ്പോഴും അതിൻ്റെ വിചാരണ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ്. M. മനോജ് ഇവന് വിധിച്ചത് പിന്നെ ഇരട്ട ജീവപര്യന്തം, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകളാണ് വിധിച്ചത്. രണ്ട് ഒരു 10 വർഷം കഠിന തടവ്, പിന്നെ ഒരു 7 വർഷം കഠിന തടവ്. ആദ്യത്തെ 10 വർഷത്തെ കഠിന തടവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 7 വർഷം കഠിന തടവ് അനുഭവിക്കണം. അത് കഴിഞ്ഞ് ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം. ചുരുക്കം പറഞ്ഞാൽ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം പ്രായത്തെ മാനിച്ച് മാത്രം നിന്നെ തൂക്കുന്നില്ല എന്നാണ് വിധി പറഞ്ഞിരിക്കുന്നത്. നിന്നെ തൂക്കാത്തത് നിന്റെ പ്രായം പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായിട്ടാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തര കേസിനെ പിന്നെ പരിഗണിച്ചത്. ഇയാൾക്ക് പാമ്പിനെ കിട്ടുന്ന വഴി പാമ്പിനെ കിട്ടുന്നത് അടൂരിലുള്ള ഇയാളുടെ ഒരു പാമ്പ് പിടുത്തക്കാരനായിട്ടുള്ള ഒരാൾ വഴിയാണ്. അടൂരിന് സമീപമുള്ള ഒരു പാമ്പ് പിടുത്തക്കാരൻ, അടൂരിന് സമീപമല്ല, അടൂർ വരാറുള്ള ഒരു പാമ്പ് പിടുത്തക്കാരൻ. അടൂർ ഈ സൂരജിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഈ ചതുപ്പ് നിലങ്ങളുണ്ട് ഇഷ്ടംപോലെ. ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ പാമ്പുകൾ പിന്നെ വരാറുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഒരു തവണ പാമ്പിനെ പിടിക്കാൻ വന്ന ആളിൽ നിന്നാണ്
ഇവൻ ഈ പാമ്പിനെ 2 തവണയും പാമ്പിനെ വാങ്ങിയത്. ഈ മൂന്നാമത് ഈ മൂർഖനെ കൊണ്ട് കടിപ്പിച്ചിട്ടും ഈ കുട്ടി മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനും ഉഗ്രവിഷമുള്ള പാമ്പിനെ കണ്ടെത്താനുള്ള ശ്രമം ഇവൻ അന്നേരം തന്നെ ചിന്തിച്ചിരുന്നു. മാത്രമല്ല ഇവൻ്റെ പോലീസ് സ്പെഷ്യൽ ടീം ഇവൻ്റെ ഫോൺ മേടിച്ച് പരിശോധിച്ചപ്പോൾ ഇവൻ്റെ ഗൂഗിൾ ഹിസ്റ്ററി മുഴുവൻ പാമ്പിനെ കൊണ്ടുള്ള കൊലപാതകങ്ങളും പാമ്പിനെ കൊണ്ട് എങ്ങനെ കടിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇവൻ പരിശോധിച്ചിരിക്കുന്നത്. ഇവൻ്റെ പരിശോധന മുഴുവൻ അതായിരുന്നു. ആദ്യത്തെ തവണ അണലിയെ കൊണ്ട് കടിപ്പിച്ചപ്പോൾ ഇവൻ ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വളരെയധികം വൈകിപ്പിച്ചു. അന്ന് കടിയേറ്റ് ഈ കുട്ടി മരിച്ചിരുന്നെങ്കിൽ ഇവൻ രക്ഷപ്പെട്ടു പോയനെ. ഈ കുട്ടി അന്ന് കടിയേറ്റ് ഈ ഉത്ര മരിച്ചിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഭർത്തൃ വീട്ടിൽ ഒരു യുവതി പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത എഴുതി നമ്മളെല്ലാവരും അതിൽ നിന്നും നമ്മൾ വിസ്മൃതിയിലേക്ക് പോയനെ. നമ്മൾ ആ കാര്യമേ മറന്നു പോയനെ. പക്ഷേ വിധി എന്ന് പറയുന്ന സാധനം കാത്തിരുന്നു. ഇവനെ ഒരു തവണ ചെയ്തവൻ 2ാം തവണ ചെയ്യാൻ വേണ്ടി വിധി കാത്തിരുന്നു. വിധി കാത്തിരുന്ന ശേഷം ഇവൻ 2ാം തവണ ചെയ്തപ്പോൾ ഇവനെ കയ്യോടുകൂടി തന്നെ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി. ഈ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ വേഗം കിഡ്നി ഫെയിലർ ഉണ്ടാവും. കിഡ്നി ഫെയിലർ പോലെയുള്ള കാര്യങ്ങൾ അതിവേഗം ഉണ്ടാകും. അപ്പോൾ ഇവൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഒക്കെ തന്നെ കാത്തിരുന്നു. പക്ഷേ അത്രയും കാത്തിരിക്കാനുള്ളൊരു ശ്രമം, അതായത് കുറേ നാൾ കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിഡ്നി ഫെയിലറൊക്കെ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാനുള്ളൊരു ഇത് ഇവനില്ലായിരുന്നു. ക്ഷമ എന്ന് പറയുന്ന സാധനം ഇവനില്ലായിരുന്നു. ഇവൻ എങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്തുക, സ്വത്ത് കൈക്കലാക്കുക, തുടർന്ന് മറ്റൊരു വിവാഹം കഴിക്കുക, ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉത്രയുടെ സ്വർണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഉത്രയുടെ സ്വർണം ഇപ്പോൾ കോടതി നടപടികളിൽ കിടക്കുകയാണ്. ഉത്രയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഇവനിൽ നിന്നും സ്വർണ്ണമെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ കിടക്കുകയാണ്. ഇനി കോടതി ഇടപെട്ട് വേണം ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ പിതാവിനും മാതാവിനും തിരിച്ചു കൊടുക്കാൻ. ഈ കേസിൽ നമുക്ക് പറയാനുള്ളൊരു കാരണം, പെൺകുട്ടികൾക്ക് എന്ത് ഡിഫക്റ്റോ ആയിക്കോട്ടെ, നിങ്ങൾ അച്ഛനും അമ്മയും ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ അതിനോട് മനസ്സുകൊണ്ട് പൂർണ്ണമായും തയ്യാറായി വരുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ മകളെ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ സ്വത്ത് മോഹിച്ച് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ഏതെങ്കിലും ഒരു മരുമോനെ ഇങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അവൻ കാട്ടിക്കൂട്ടാൻ പോകുന്ന പരിപാടി ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. പണം മോഹിച്ചെത്തുന്നവൻ ഒരിക്കലും നിങ്ങളുടെ മകളെ സ്നേഹിക്കത്തില്ല. അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടെന്ന് തന്നെ തീരുമാനിച്ച് ആ കുട്ടിയെ നോക്കാവുന്നിടത്തോളം കാലം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ടല്ലോ. അതിനുശേഷം മറ്റേതെങ്കിലും ഒരു ആശ്രമത്തിനോ ഏതെങ്കിലും ഒരു ഇതിന് സൗകര്യം ഒരുക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ആതുര കേന്ദ്രത്തിലേക്ക് ഈ കുട്ടിയെ മാറ്റിക്കൊണ്ട് അവർക്ക് സ്വത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ കുട്ടിയെ ആ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കും. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള കേസായിരുന്നു. മാത്രമല്ല രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരാളെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന കേസ് രാജ്യത്തെ ആദ്യത്തെ കേസാണ്. അതുകൊണ്ടാണ് അപൂർവം എന്ന രീതിയിൽ പരിഗണിച്ചത്. ഇവനിപ്പോൾ ഹൈക്കോടതിയിൽ ഇവൻ്റെ ശിക്ഷ ഇളവ് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പീൽ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല കോടതി. ഇതാണ് ഉത്തര കേസ്.